1.5 മാസത്തോളം നീണ്ട ഇറാൻ യുദ്ധത്തിന് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഒരു വിരാമമായിരിക്കുന്നു. 6 ആഴ്ചയാണ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ചെയ്തത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കരുത്തുറ്റ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ നിർവാഹമില്ലാതെ അമേരിക്ക വെടിനിർത്തലിലേക്ക് എത്തി. ഇരുവിഭാഗവും അതിശക്തമായ രീതിയിൽ തന്നെ ആക്രമണം നടത്തി. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആൾനാശത്തിന്റെയും നേതാക്കൾ വധിക്കപ്പെട്ടതും കണക്കിലെടുത്താൽ ഒരുപക്ഷെ ഇറാനിലായിരിക്കും ആ അർത്ഥത്തിൽ നാശം ഏറെ ഉണ്ടായിട്ടുണ്ടാവുക. ആ അർത്ഥത്തിൽ ഇറാനും വെടിനിർത്തലിന് തയ്യാറായിട്ടുണ്ടാകും. എന്നിരുന്നാലും അമേരിക്കയെയും ഇസ്രായേലിനെയും പോലെ 2 വമ്പന്മാരോട് ഏറ്റുമുട്ടി ഇത്രയും നാൾ പിടിച്ചു നിന്നത് തന്നെ ഇറാനെ സംബന്ധിച്ച് വലിയ ചെറുത്തുനിൽപ്പാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ യുദ്ധവിരാമം എത്ര നാൾ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ഇറാനും പ്രഖ്യാപിച്ച 2 ആഴ്ച കാലത്തേക്കുള്ള വെടിനിർത്തൽ ഉടമ്പടിക്ക് എത്രത്തോളം സ്ഥിരതയുണ്ടെന്നോ ഉറപ്പുണ്ടെന്നോ ഇപ്പോഴും അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് വ്യക്തമല്ല എന്നതാണ് വസ്തുത. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം വീണ്ടും ആരംഭിക്കാൻ വലിയ കാലതാമസമൊന്നും വേണ്ടിവരില്ല എന്നാണ്. താൽക്കാലിക ഉടമ്പടി നിലനിൽക്കാനുള്ള സാധ്യത വിരളമാണ്. അതിന് കാരണങ്ങളും പലതുണ്ട്. ഒന്ന്, ലെബനനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം. മറ്റൊന്ന്, വെടിനിർത്തൽ ഉടമ്പടികൾ ഒന്നും പാലിച്ച ചരിത്രം ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇല്ല എന്നതും ഒരു കാരണമാണ്. അതായത് ഇപ്പോഴത്തെ താൽക്കാലിക വെടിനിർത്തൽ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാണ് എന്ന് കരുതാനാകില്ല. യുദ്ധഭീതിയും ആഗോള സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും രൂപപ്പെടുത്തിയ അസ്വസ്ഥത നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു താൽക്കാലിക ഇടവേള മാത്രമായിരിക്കും ഇത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോഴത്തെ വെടിനിർത്തലിന്റെ സാധ്യതയെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ലെബനൻ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ലെബനനും വെടിനിർത്തലിന്റെ ഭാഗമാണ് എന്ന് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനും പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ ഒരു പക്ഷേ അടുത്ത യുദ്ധത്തിന് മുൻപുള്ള താൽക്കാലിക ഇടവേള മാത്രമായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. ചർച്ചകൾ എത്രത്തോളം ഫലം കാണുമെന്നും അതുവരെ വെടിനിർത്തൽ പാലിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുമോ എന്നതൊക്കെ വീണ്ടും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ആണവ കരാർ വിഷയത്തിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് അന്ന് ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു അത്. ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും പല കാരണങ്ങൾ പറഞ്ഞ് ഇസ്രായേൽ പലസ്തീനിൽ അക്രമം അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ലെബനനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ബാക്കിയാക്കിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് ആഗോളതലത്തിൽ തന്നെ നേടിയ പ്രാധാന്യമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അന്നത് അമേരിക്കയോ ഇസ്രായേലോ കണക്കിലെടുത്തില്ല എന്ന് സാരം. ഇറാനെ എത്രയും വേഗം ആക്രമിച്ച് കീഴടക്കി ഹോർമൂസിന്റെ നിയന്ത്രണം അധീനതയിലാക്കാമെന്നാണ് ഇസ്രായേലും US-ഉം കരുതിയത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചുമാണ്. ഇറാനെ പ്രതീക്ഷിച്ച വേഗത്തിൽ കീഴടക്കാൻ സാധിച്ചില്ല. ഹോർമൂസ് അടഞ്ഞു കിടന്നതോടെ ആഗോള വിതരണ ശൃംഖല തളർന്നു. കപ്പൽ ഗതാഗതത്തെ ബാധിച്ചു. എണ്ണ വിതരണം തടസ്സപ്പെട്ടു. ലോകവ്യാപകമായി എണ്ണവില ഉയരാൻ കാരണമായി. എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങൾക്ക് എണ്ണ കയറ്റി അയക്കാൻ മാർഗമില്ലാതെ വൻ സാമ്പത്തിക ബാധ്യത നേരിട്ടു. ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ക്രമം താളം തെറ്റി. വെടിനിർത്തലിന് ശേഷം ഹോർമൂസിലെ മൈനുകളെ ഭയക്കാതെ കടലിടുക്ക് കടക്കാൻ കപ്പലുകൾക്ക് ബദൽ പാത നിർദ്ദേശിച്ചു IRGC. പക്ഷേ ലെബനനിൽ ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇറാൻ ഹോർമൂസ് വീണ്ടും അടച്ചു. 6 ആഴ്ചത്തെ യുദ്ധത്തിൽ ഇറാൻ നടത്തിയ ചെറുത്തുനിൽപ്പ് ആരെയും അമ്പരപ്പിക്കാൻ പോന്നവയായിരുന്നു. അതിൽ തർക്കമുണ്ടാകില്ല. ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങൾ മുഴുവൻ. ഇത്ര കൃത്യമായി ഇറാൻ എങ്ങനെ അവിടങ്ങളിൽ മിസൈൽ വർഷിച്ചു എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റഷ്യയാണ് ഇറാന് ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും നൽകിയത് എന്നാണ്. റഷ്യൻ സാറ്റലൈറ്റുകളാണ് ഈ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇറാന് അപ്പപ്പോൾ വിവരം നൽകിയിരുന്നതും ഇറാന്റെ മിസൈലുകൾക്ക് വഴികാട്ടിയിരുന്നതും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ കരാർ വഴിയാണ് ഇവ നടപ്പാക്കിയത്. ആക്രമണത്തിന് മുൻപും ശേഷവും റഷ്യൻ സാറ്റലൈറ്റുകൾ ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും അമേരിക്കയും ആക്രമണം ആരംഭിക്കുമ്പോൾ തന്നെ റഷ്യ
ഇറാന് രഹസ്യ സഹായം നൽകിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, എയർപോർട്ടുകൾ, എണ്ണപ്പാടങ്ങൾ എന്നിവയുടെ ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്ന് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. 46 പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളുടെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് റഷ്യ ഇറാന് കൈമാറിയിട്ടുണ്ട്. മാർച്ച് 21 മുതൽ 31 വരെ മാത്രം 11 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ 24 സർവേ പൂർത്തിയാക്കുകയും ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ സൈറ്റുകൾ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുകളിലുണ്ട്. ആക്രമണത്തിന് ശേഷം ഫലം വിലയിരുത്താൻ മറ്റൊരു റഷ്യൻ ഉപഗ്രഹം വീണ്ടും ഇതേ സ്ഥലത്ത് പാസ് ചെയ്തു. ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനമടക്കം ഇറാൻ തകർത്തിരുന്നു. ഇതിന് സഹായിച്ചതും റഷ്യയാണ്. എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്ന ഭാഗങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ 5 തവണയാണ് സർവേ ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ചിത്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ ഉപകരിച്ചിട്ടുണ്ട്. ഹാക്കർമാർ വഴി സൈബർ മേഖലയിലും റഷ്യ ഇറാനെ സഹായിച്ചു. യുദ്ധലക്ഷ്യങ്ങൾ നേടാനാകാതെ ഇസ്രയേലിന് ഒരർത്ഥത്തിൽ പരാജിതരായി പിന്മാറേണ്ടി വന്നത് ഇസ്രയേലിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണെന്നാണ് ഇസ്രയേലിന്റെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ആണവ സമ്പുഷ്ടീകരണവും അവസാനിപ്പിക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്നിട്ടും ഇസ്രയേലിന് ഒന്നും ചെയ്യാനായില്ല. അവസാനം വെടിനിർത്തൽ ചർച്ചയിൽ പോലും ഇസ്രയേലിന് ഇടം കിട്ടിയില്ല എന്നും രാഷ്ട്രീയ നേതാക്കൾ പറയുന്നുണ്ട്. പ്രധാനമായും ഇസ്രയേലിനെ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് വിമർശനത്തിന്റെ മർമ്മം. ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര ദുരന്തമാണ് വെടിനിർത്തൽ കരാറെന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പ്രകാരം US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ കടുത്ത അതൃപ്തിയിലാണ്. ഇറാനുമായുള്ള ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തി. തങ്ങളോട് കൂടിയാലോചിക്കാതെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമെടുത്തു. ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് ഇസ്രയേൽ പ്രതിനിധികളെ ഒഴിവാക്കിയത്. ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ 90 മിനിറ്റ് ബാക്കി നിൽക്കുകയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലിക വെടിനിർത്തലിന് ധാരണയായത്. ഇതനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ധാരണയിലായിരുന്നു. US വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം പിന്തുണച്ചിരുന്നു. അതേസമയം ഇറാനുമായാണ് കരാറെന്നും ഇതിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. അതേസമയം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് എങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ വീണ്ടും തടഞ്ഞത് ലെബനനിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ്. ഇസ്രായേലിന്റെ ലെബനനിലെ സൈനിക നീക്കം കരാറിൽ ഉൾപ്പെടില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഹിസ്ബുള്ള കാരണം ലെബനനെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും ഇസ്രായേൽ ലെബനിൽ നടത്തുന്നത് പ്രത്യേക ഏറ്റുമുട്ടലുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെടിനിർത്തലിന് ശേഷമുള്ള ഇസ്രായേലിന്റെ പ്രവൃത്തിക്ക് അമേരിക്കയെ പഴിക്കുകയാണ് ഇറാൻ. വെടിനിർത്തൽ കരാർ തകർന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് എന്ന് ഇറാൻ പറയുന്നു.